ഇന്ന് ഞങ്ങളെ വീട്ടിൽ ചോറ് കറിയൊന്നും വെച്ചില്ല. ഇന്ന് വയ്ക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ടേ ഞങ്ങൾ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകേണ്ടതുണ്ടായിരുന്നു. പോയിട്ട് വന്നപ്പം താമസിച്ചു പോയി. പിന്നെ ഹോട്ടലിൽ നിന്ന് എടുക്കാമെന്ന് വെച്ചു. തിരുവനന്തപുരം ശാസ്തമംഗലം പൈപ്പിൻ മൂട് ഒരു വിശ്വനാഥ ഹോട്ടലുണ്ട്. വിശ്വനാഥ ഫാമിലി റെസ്റ്റോറൻറ്റ്. അവിടെ പോയി 4 ഊണെടുത്തുകൊണ്ട് വന്നു കഴിച്ച്. അയ്യോ, എന്തൊരു ടേസ്റ്റാ ഊണ്! ഒരു ഊണിന് 60 രൂപയേ ഉള്ളൂ. അതാ നല്ല ചോറാ, നല്ല അരിയിലെ ചോറാ അത്. നല്ല ടേസ്റ്റാണ്. അതിൽ കൂടെ ഒഴിക്കാനാണെങ്കിലേ പുളിശ്ശേരി ഉണ്ട്, രസമുണ്ട്, സാമ്പാർ ഒഴിക്കാനായിട്ടേ പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, രസം, അടിപൊളി മീനിൻ്റെ ഗ്രേവിയും. ആ ഗ്രേവിയുടെ ടേസ്റ്റാ ഉഗ്രൻ ടേസ്റ്റാ. പിന്നെ തോരൻ, അവിയൽ, അച്ചാറ് എല്ലാം ഉണ്ട്. പിന്നെ കപ്പ കറി വെച്ചത്, ഊണ് എല്ലാം കൂടെ 60 രൂപയേ ഉള്ളൂ. പക്ഷെ മീനിൻ്റെ ഗ്രേവിയെ ഈ സ്പെഷ്യൽ വല്ലതും വേണമെങ്കിൽ അത് പ്രത്യേകം വാങ്ങണം. മീനിൻ്റെ ഗ്രേവി ഈ ഊണിനോടൊപ്പം കാണും. അത് അടിപൊളി ഗ്രേവി. പിന്നെ പപ്പടം. 60 രൂപയ്ക്ക് എന്തൊരു ലാഭമാണ്! അതിൽ കൂടെ എന്തൊരു ടേസ്റ്റാണ്. ഊണൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഊണ്, അതിൽ കൂടെ നല്ല വൃത്തിയുള്ള ഊണുമാണ്. ആ ഹോട്ടലിലെ ഓണറും അവിടെ നിന്നാണ് കഴിക്കുന്നത്. അപ്പം എന്തായാലും 100% നല്ല വൃത്തിയും വെടുപ്പും എല്ലാം ആയിരിക്കുമല്ലോ. ഓണർ കഴിക്കുന്നുണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയത്. എന്തായാലും ഓണർ കഴിക്കണമെങ്കിൽ മായം ചേർത്ത പൊടികളും അതും ഇതുമൊന്നും ചേർക്കത്തില്ല. നല്ല സാധനങ്ങളിൽ നല്ലതായിട്ടേ വയ്ക്കത്തുള്ളൂ. എന്തായാലും അവിടെ വൃത്തിയും വെടുപ്പും ഉണ്ട്. ഒഴിച്ചു കൂട്ടാനായിട്ട് നല്ല 60 രൂപയുടെ ഊണിന് നല്ല അടിപൊളി ഊണ്. അതിൻ്റെ കൂടെ പുളിശ്ശേരി, സാമ്പാർ, പിന്നെ രസം, പിന്നെ പരിപ്പ് എല്ലാം ഉണ്ട് ഒഴിക്കാനായിട്ട്. പിന്നെ അതുപോലത്തുകൊണ്ട് അവിയൽ, തോരൻ, അച്ചാറ്, പിന്നെ അങ്ങ് കിച്ചടി, ചിലപ്പം കിച്ചടിയും കൂടെ കാണും. ഞാൻ 2 ദിവസം ഒരു ദിവസം കിച്ചടി ഉണ്ടായിരുന്നു. അടിപൊളി ഊണ്. മീനിൻ്റെ ഗ്രേവി, പപ്പടം, കപ്പ എല്ലാം ഉണ്ട്. അത് മീനിൻ്റെ ഇച്ചിരി നല്ല രീതിയിൽ അവർ തരികയും ചെയ്യും.